മാഡം. ദിലീപ് ആകാശിനോട് വരാൻ പറ. ഓക്കെ മാഡം. സാർ, മാഡം വിളിക്കുന്നുണ്ട്. എന്തിനാ? അതറിയില്ല സാർ. ഈ 2 ഫയൽസിന്റെ ക്ലിയറൻസ് കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. സാർ, അത്യാവശ്യമല്ലോ ആയിരിക്കും. അതിലും അത്യാവശ്യം ഇത് ക്ലിയർ ചെയ്ത് വെച്ചില്ലെങ്കിലേ തന്റെ മാഡം തന്നെ അതിനെന്നെ ചോദ്യം ചെയ്യും. മാഡം, ആകാശ് സാർ എന്തോ അത്യാവശ്യ ജോലിയിലാണ്. അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. എന്ത് അത്യാവശ്യ ജോലി? ഇതുപോലുള്ള അഹങ്കാരികളായ സ്റ്റാഫിനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഇഡിയറ്റ്. മിസ്റ്റർ ആകാശ്, സുപ്പീരിയർ ഓഫീസർ വിളിച്ച വരാൻ എന്താ ഇത്ര മടി? വിളിച്ചത് ചേട്ടന്റെ ഭാര്യയാണെന്നുള്ള ചിന്തയിലാണോ? അല്ല മാഡം, ആ വക ചിന്തയൊന്നും എനിക്കില്ല. ചേട്ടന്റെ ഭാര്യയായിട്ട് ഞാനിതുവരെ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. ദിലീപേ, ഇതല്ലേ അസിസ്റ്റന്റ് എഞ്ചിനീയർ സാറ് കഴിഞ്ഞ ആഴ്ച എന്റെ ടേബിളിൽ കൊണ്ടുവച്ച ഫയൽ എന്ന് ചോദിക്കും? അതെ, ഇത് തന്നെയാ ഞാൻ വെച്ച ഫയല്. ഓക്കെ, അതൊന്ന് തുറന്നു നോക്കാൻ പറ ദിലീപേ. ഇതെന്താ വൈറ്റ് പേപ്പറോ? അത് എന്നോടാണോ ചോദിക്കുന്നത് മിസ്റ്റർ ആകാശ്? എസ്റ്റിമേറ്റ്സും ബഡ്ജറ്റും മറ്റു റിപ്പോർട്ടും എല്ലാം എന്നോട് അതിൽ ഫില്ല് ചെയ്യാനാണോ താങ്കൾ ഉദ്ദേശിച്ചത്? മാഡം, 7-8 മണിക്കൂർ ഇരുന്ന് വർക്ക് ചെയ്താ ഞാനിത് ഫയലാക്കിയത്. ശരിക്കും മാഡത്തിന്റെ സിസ്റ്റത്തിലേക്ക് ഫോർവേഡ് ചെയ്താൽ മതിയായിരുന്നു എനിക്ക്. ഫയലാക്കി തരണമെന്ന് മാഡം നിർബന്ധം പറഞ്ഞോണ്ടാ കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്തു വെച്ചത്. ഏതെല്ലാം ചെയ്തു വെച്ചെന്ന്? ഒരു ഫയൽ എടുത്ത് അതിൽ ബ്ലാങ്ക് വൈറ്റ് പേപ്പർ വെക്കാനാണോ ആകാശ് 7-8 മണിക്കൂർ എടുത്തത്? ഈ ഫയലില് എങ്ങനെ ബ്ലാങ്ക് പേപ്പർ വന്നു എന്ന് എനിക്കറിയാം. മാഡത്തെ ഞാൻ ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ കാണുന്നത്. നിങ്ങൾ അതെടുത്ത് മാറ്റി പകരം വൈറ്റ് പേപ്പർ എടുത്ത് വെച്ചു. സ്റ്റോപ്പ് ഇറ്റ്. ഓഫീസിലേക്ക് വന്ന് കയറി ഉടനെ തന്നെ ഫോണിൽ ഭാര്യയെ വിളിച്ച് സൊള്ളലല്ലേ പണി. പിന്നെ എങ്ങനെ ജോലി ചെയ്യാൻ സമയം ഉണ്ടാവും? അതെ, ഞാൻ എന്റെ ഭാര്യയെ വിളിക്കും. അതെന്റെ ഇഷ്ടം. നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാൻ ആരും ഇല്ലാത്തതിന്റെ ഫ്രസ്ട്രേഷൻ അല്ലേ? ഒരു 5 മിനിറ്റ് ഞാൻ എന്റെ ഭാര്യയെ വിളിക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ടൈം ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. എന്റെ ടേബിളിൽ ഒരു ഒറ്റ ഫയൽ പോലും പെൻഡിങ് കാണില്ല. മിസ്റ്റർ ആകാശ്, നിന്ന് വാചകം അടിക്കാതെ പോയി ഫയൽ റെഡിയാക്കാൻ നോക്ക്. ഇന്ന് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ ഫയൽ എന്റെ ടേബിളിൽ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ ഭാര്യയെ ഫോണിൽ വിളിക്കേണ്ടി വരില്ല. വീട്ടിൽ ഒരുമിച്ചിരുന്ന് സൊള്ള ഒരു 6 മാസം. യു ഗെറ്റ് ലോസ്റ്റ്. എന്നാ ശരി ഹേമേ, ഞാൻ ഇറങ്ങും. എന്താ രചിത്ര ധൃതി? ഊണ് കഴിഞ്ഞ് വൈകുന്നേരം പോയാ പോരെ? അയ്യോ, ഒന്നും വേണ്ട. ഞാൻ വീട്ടിലെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ പോകുന്നത്. അരവിന്ദനെ കാണാൻ ഓടി വന്നതല്ലേ. കഴിക്കാനൊക്കെ ഇനി ഒരു ദിവസം വരാം. അരവിന്ദേ, ശ്രേയോടുള്ള അരവിന്ദന്റെ സ്നേഹം എനിക്ക് നന്നായി അറിയാം. എനിക്ക് മാത്രമല്ല, എന്റെ മോൾ. അറിഞ്ഞു വെച്ചിട്ട് എന്താ രാജിഫലം? 2 ദിവസം ഇവനെ നോക്കാൻ ലീവ് എടുക്കണമെന്ന് പറഞ്ഞു. അതിനുള്ള മറുപടിയാ മനസ്സിന് വിഷമമായത്. ഞാനും പറഞ്ഞു നോക്കേമേ, കേട്ടില്ല. ഞാൻ ശ്രേയെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. മോൻ വിഷമിക്കണ്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി.